ഇങ്ങനെ ടേൺ ചെയ്യുന്നുണ്ട്, പുറകിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ബ്രെയിൻ അത് ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തൊരു കട്ട് ഫീൽ ചെയ്യാത്തത്. എൻ്റെ ബ്രെയിൻ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ 180 കൂടി എനിക്ക് ക്ലബ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷെ സിനിമയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഷോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് വിഷ്വലി ഫോളോ ചെയ്യാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഈ 180 ഡിഗ്രി ബ്രേക്ക് ചെയ്യാതെ ആണ് എപ്പോഴും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു തിയറിയാണ് ഫിലിം മേക്കിങ്ങിലെ. 180 ഡിഗ്രി ഷൂട്ട് ചെയ്യാതിരിക്കും. ഇപ്പം നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പം ഈ 180 ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന രണ്ടുപേര് അവരെ ഈ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും രണ്ടുപേരെ നിൽക്കുന്ന പറയാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഇവരുടെ ക്ലോസ് വെക്കുമ്പം ഇവർ എങ്ങോട്ടേക്കാണ് നോക്കേണ്ടത്, ഏത് വശത്തേക്ക് നോക്കണം. ഇവര് ഈ ക്യാമറയുടെ ലെഫ്റ്റിലേക്കല്ല റൈറ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ വേറെ ആരോടോ നോക്കി പറയുന്ന പോലെ തോന്നുന്നു. നമ്മൾ ഇങ്ങനെ നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഷോട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇവർ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അടുത്ത ഷോട്ട് ക്യാമറ അപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് ഒരു ഇപ്പുറത്ത് പോയ പോലെ തോന്നും. ഇത് നമുക്ക് കാഴ്ചയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് നമ്മളെ പെട്ടെന്ന് സിനിമയുടെ ബോധത്തിലേക്ക് വരുമ്പോൾ ഇത് ഇവിടെ വേറൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള ബോധ്യമുണ്ടാകും. അവിടെ നമുക്ക് റിലീസ് നഷ്ടമാവുകയാണ് ചെയ്തത്. ഇതാണ് 180. അപ്പം നമ്മൾ സിനിമയിൽ പറയുക ഈ 180 ഡിഗ്രി ആംഗിളിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് പോവില്ല. ബ്രേക്ക് ചെയ്ത് പോവുമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഷോട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് സേഫ് ആയിട്ടുള്ള ഒരു ഷോട്ടോ അച്ചീവ് ചെയ്തിട്ട് ശേഷമായിരിക്കും 180നെ ബ്രേക്ക് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സീൻ മുഴുവൻ ഒരു 180 ഡിഗ്രി ആംഗിളിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇവരുടെ ഒരു ഓവർ ദ ഷോൾഡർ സജഷൻ വെക്കുവാണെങ്കിൽ ഈ സൈഡിൽ നിന്നേ വെക്കത്തുള്ളൂ. അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഈ ആൾ അപ്പുറത്തോട്ടും മാറിയ പോലെ തോന്നും. ഞാനതൊന്ന് ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഇത്തരം തിയറികളിൽ ബേസ് ചെയ്തിട്ട് സിനിമ, അതുകൊണ്ടാണ് ക്ലാസിക് സിനിമകളൊക്കെ നമുക്ക് നോക്കി അറിയാം ഇത് ഇത്തരം തിയറികളിൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഷോട്ട് ചെയ്യുന്ന ആംഗിളുകൾ ഇതൊക്കെ നമുക്ക് സാധാരണക്കാരിൽ ഇത് നടക്കുന്നത് ഒരു സിനിമയല്ല, ഇതൊരു റിയൽ സംഭവം എവിടെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാവുകയും നമ്മൾ ഇതിന്റെ ഭാഗമാവുകയും ചെയ്യുകയാണ്. നമ്മൾ ഇതിനകത്തേക്ക് കൂടുതൽ ഇന്നാവാൻ അത് സഹായിക്കും. ഇതാണ് റിയലിസത്തിന്റെ ഒരു ആംഗിൾ, ഫിലിം മേക്കറുടെ ആംഗിളിൽ നോക്കുമ്പോൾ വർക്കാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പം തമിഴ്നാട് നമ്മൾ കണ്ട സിനിമകളിൽ നിന്ന് നമ്മൾ പോയിട്ടില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മൾ പോയിട്ടില്ല, അല്ലെങ്കിൽ വേറെ നാട്ടിൽ പോയിട്ടില്ല. പക്ഷെ അവിടുന്ന് കണ്ടിട്ടുള്ള സിനിമകൾ വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതിനെ നമ്മൾ റിയൽ ആയിട്ട് വിശ്വസിച്ച് തുടങ്ങുന്നു. പിന്നീട് നമ്മൾ അതിനെ അതേ മീറ്ററിൽ കാണുമ്പോൾ നമ്മളിൽ ഈ റിയലിസം തന്നെയാണ് ആക്ച്വലി വർക്കാകുന്നത് എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഈ നമുക്ക് കാണാവുന്ന ഒബ്സർവ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ സൂപ്പർ സ്റ്റാറുകളിലേക്ക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാകും. സൂപ്പർ സ്റ്റാറുകളുടെ പ്രകടനങ്ങൾ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ കാണുമ്പം ശരിക്കും റിയലിസ്റ്റിക് അല്ലെങ്കിലും പതിയെ നമ്മുടെ കാഴ്ചയിൽ അത് റിയലിസമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. അവരുടെ ശൈലികൾ, അവരുടെ സ്വാഗിന് വേണ്ടി അവർ കാണിക്കുന്ന ചില സ്റ്റൈലുകൾ, അത് നമ്മൾ അവരുടെ റിയലിസമായിട്ട് അതിങ്ങനെ നമുക്ക് കാലക്രമത്തിൽ ഇങ്ങനെ അത് തോന്നിക്കൊണ്ടിരിക്കും. ഒരാള് അതുകൊണ്ടാണ് നമുക്ക് സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ അവരുടേതായ ഒരു സ്റ്റൈൽ എത്ര നമ്മൾ കണ്ടാലും നമ്മളത് അതില് ഇപ്പം ഒരു പതുക്കെയാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പം പെട്ടെന്ന് വന്നിട്ടൊരു നടൻ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരുപാട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി അംഗീകരിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ഗ്രാജുവലി നമ്മളൊരു അവരുടെ കഥാപാത്രങ്ങളെ കണ്ട് അവരുടെ ശൈലിനെ ആവർത്തിച്ച് കാണുന്നതോടുകൂടി അത് അവരുടേതായ ഒരു റിയലിസമായിട്ട് അത് മാറുകയും നമുക്ക് പ്രേക്ഷകൻ അത് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നൊരു കാര്യം കൂടെ ഉണ്ട്. ആക്ടിങ്ങിന്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പൊ തുടക്കകാലം മുതൽ തന്നെ നാടകമാണ് ഏറ്റവും ശക്തമായിട്ട് സിനിമയെ സ്വാധീനിച്ചിരുന്നത്, പ്രത്യേകിച്ച് പെർഫോമൻസിന്റെ കാര്യത്തിൽ. നാടകങ്ങളിലെ അഭിനയത്തിന്റെ മാതൃക, പ്രത്യേകിച്ച് സംഗീത നാടകങ്ങളിലേക്ക് അഭിനയ മാതൃകകളാണ് പ്രധാനമായിട്ടും ഈ എന്താ പറയുക ആദ്യകാല സിനിമകളിലൊക്കെ അവലംബിച്ചു പോന്നിരുന്നത്. പിന്നീട് നമുക്ക് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീലക്കുയിൽ പോലുള്ള സിനിമകളൊക്കെ ഈ 50കളുടെ മധ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ
സമാന്തര സിനിമാ കാലഘട്ടം എന്ന് പറയുന്ന അരവിന്ദന്റെ അടൂരിന്റെ ഒക്കെ സിനിമകൾ വരുന്ന കാലഘട്ടം വന്നപ്പം ആക്ടിങ്ങിന് ഒരു ഘട്ടം കൂടെ മാറുന്നുണ്ട്, ഒന്നും കൂടെ രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ 80കളിൽ എത്തുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് വരുമ്പോഴും ഈ ആക്ടിങ്ങിന്റെ ശൈലിക്ക് ഒരു റിലീസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിന് ഒരു പുതിയ ഭാവം മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇപ്പോഴത്തെ ഈ 2010 ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും സമകാലീന മലയാള സിനിമയിലെ റിയലിസം ട്രൈങ്ങിലേക്ക് വരുമ്പം ആക്ടിങ് വീണ്ടും ഭയങ്കര സൂക്ഷ്മവും ഭയങ്കര സട്ടിലുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്ക് മാറാം. നമ്മളിപ്പം അന്ന് വിളിച്ചിരുന്ന റിയലിസ്റ്റിക് പെർഫോമൻസുകൾ പലതും ഇപ്പം അല്ലാന്ന് നമുക്ക് തോന്നാറുണ്ട്. നമ്മളിപ്പം അങ്ങനെ പറയല്ലോ, പക്ഷെ എന്നാലും നമ്മളിപ്പം പെർഫോം ചെയ്യിക്കാനൊക്കെ ചില ആക്ടേഴ്സിനെ വെക്കുമ്പം ചില സീനിയർ ആക്ടേഴ്സ് മുൻ സിനിമകളിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്ത ആക്ടേഴ്സായിട്ട് നമുക്ക് തോന്നും. അവരെ പുതിയ കാലഘട്ടത്തിൽ പെർഫോം ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഇവർ കുറച്ച് ഓവർ ദ ടോപ്പാണ്, അവർ കുറച്ചും കൂടെ സട്ടിലാണ് പുതിയ. അപ്പൊ ആക്ടിങ്ങിൽ ആ മാറ്റം അവരുടെ കാലത്ത് അന്ന് പക്ഷെ നമ്മളത് കാണുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്. ഇച്ചിരി വെള്ളം ഇഷ്ടമല്ലോ. അങ്ങനെ ആ ഇന്റൻസ് ഇത്ര സട്ടിലായിട്ട് പെർഫോം ചെയ്യേണ്ടി വരുന്നതിന്റെ ഒരു കാരണവും അത് എനിക്ക് തോന്നുന്നത് ടെക്നോളജിയുടെ ഒരു വളർച്ച തന്നെയാണ്. അപ്പം മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറ നമുക്ക് തന്നെ ഒരു 15 കൊല്ലം 20 കൊല്ലം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാമറയിൽ പോലും കിട്ടുന്ന ഡീറ്റെയിൽ അല്ല ഇന്നത്തെ ഒരു ക്യാമറയിൽ കിട്ടുന്നത്. ഇപ്പൊ നമ്മളൊരു ആക്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണിന്റെ കൃഷ്ണമണിയിലെ ഒരു ചെറിയ അനക്കം പോലും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അത് ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ക്യാമറ നമുക്കിന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന തിയേറ്ററും പ്രൊജക്ടർ സംവിധാനങ്ങളും നമുക്കിന്നുണ്ട്. അല്ലെങ്കിൽ ടെലിവിഷൻ നമുക്ക് ആ ക്വാളിറ്റിയിലാണ് റിസൾട്ട് തരുന്നത്. അപ്പൊ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പെർഫോമൻസിനെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തേക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പണ്ടേ ഇപ്പം നമ്മൾ പറയും നാടകത്തിൽ ലൗഡായിട്ട് ആക്ട് ചെയ്യുന്നത് എല്ലാവരിലേക്കും ആ പെർഫോമൻസ് എത്തണം, സിനിമയാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഷൂട്ടുകൾ അടുത്തേക്ക് വെക്കാം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫിലിമിലൊക്കെ ആയിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് ലൈറ്റ് വേണമായിരുന്നു. ലൈറ്റിന്റെ കൂടുതൽ ലൈറ്റ് ഉണ്ടായാലേ നമുക്ക് വല്ലതും കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫിലിമിൽ പതിയോളായിരുന്നു. അപ്പോൾ അന്നേരം എല്ലാ കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പിലൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടാകാൻ കാരണമാണ്. അപ്പൊ പണ്ട് എന്തിനാണ് ഇത്രയും വൈറ്റ് വാഷ് അടിക്കുന്ന പോലെ മേക്കപ്പ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ കറുത്ത് പോകുമായിരുന്നു. നമ്മൾ അന്ന് ഫിലിം പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഒരു വൈറ്റ് കോട്ട് ഫേസിൽ കൊടുക്കുന്നതാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി, എന്നാലാണ് ഫിലിമിൽ കൃത്യമായിട്ട് പതിയത്തുള്ളൂ. അപ്പൊ ആ കോട്ട് അല്ലെങ്കിൽ ആ വൈറ്റ് കോട്ട് കൊടുക്കുന്നത് ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാനും അത് ക്യാമറയിൽ ഫിലിമിൽ പതിയാനും വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ ക്യാമറയിലെ വളർച്ച ലൈറ്റ് അത്രയും വേണ്ടാതെ വരുന്നു, ലൈറ്റ് കുറയുന്നു. ഇപ്പൊ നമുക്കിപ്പം ഇപ്പൊ ഇരുട്ടത്ത് ഷൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ടെക്നോളജി വളർന്നിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ മേക്കപ്പിന്റെ ഇതുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് സിനിമയിൽ നിന്നൊക്കെ മേക്കപ്പ് ഒഴിവാകാൻ വീണ്ടും പാടായിക്കൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പം ചില സിനിമകളൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ, നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഭയങ്കര പൊട്ടിയിട്ട പോലെ നമുക്ക് തോന്നുന്ന ഒരു മേക്കപ്പ് ഓവറായിട്ട് നമുക്ക് തോന്നും. കാരണം സ്കിന്നിന്റെ അത്രയും ഡീറ്റെയിൽ വരെ ആ ക്യാമറ വരുമ്പോൾ നമുക്കത് ഒഴിവാക്കേണ്ടി വരുന്നതാണ്. അതിനെ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ റിയലിസത്തിൽ ഈ പറഞ്ഞ ഈ പെർഫോമൻസുകളിലെ ഏറ്റവും മൈന്യൂട്ടായി വരുന്നത് ഈ ടെക്നോളജിയുടെ വളർച്ചയാണ് അതിനൊരു പ്രധാന കാരണമായിട്ട് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ പെർഫോം ചെയ്യുന്ന സമയത്ത് റിയലിസം സാധ്യമാകുക എന്ന് പറയുമ്പം പല പല പോയിന്റുകൾ അതിനകത്ത് നമുക്കുണ്ട്. നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കഥാപാത്രത്തെ റൈറ്റർ എഴുതുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ആന്തരിക മാനസിക സംഘർഷങ്ങളോ അല്ലെങ്കിൽ അത്ര ആഴത്തിലേക്ക് ആ ക്യാരക്ടറെ എഴുതുന്നത് പോലെ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമറും അതിനെ അത്ര ആഴത്തിൽ മനസ്സിലാക്കി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിലേക്ക് ആ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥകളിലേക്ക്, ആ ക്യാരക്ടറിന്റെ സോഷ്യൽ ഘടനയിൽ അയാൾക്കുള്ള പൊസിഷനിങ്, അയാൾക്ക് പെരുമാറേണ്ടി വരുന്ന മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള അയാളുടെ റിലേഷൻ, ഇതൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഈ പെർഫോമൻസിലും ഈ റിലീസും സാധ്യമാകാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന
കഥാപാത്രവും നമ്മളുടെ ഒരു റിലേഷൻ ഉണ്ട്. അയാൾ നമ്മളെക്കാളും ചിലപ്പോൾ സുപ്പീരിയർ ആയിരിക്കാം, അയാൾ നമ്മളെക്കാളും താഴെയുള്ള ആളാണോ, ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷന്റെ ഇത്ര മീറ്ററുകളെ അടിസ്ഥാനമാക്കി ആ ബോധ്യത്തിൽ നിന്നിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ആ റിയലിസം സാധ്യമാകാൻ പറ്റുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇതാണ്. ഇപ്പം നമ്മളൊരു അധ്യാപകന്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നും കൂടെ നോക്കിയിട്ട്, അപ്പം ഈ റിലേഷൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മകനെന്നവന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവർ ഇതൊക്കെ ആ കഥാപാത്രത്തോടുള്ള അധികാരത്തിന്റെ ലെവലിൽ സാരമായ വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ, അത് പ്രത്യേകിച്ച് എടുത്തു പറയാതെ കാണുന്ന കാണിക്ക് ആ അന്തരം, ആ പവർ, ആ റിലേഷൻ ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിക്കുമ്പോഴും കൂടെയാണ് ഒരു ആക്ടർക്ക് ആ റിയലിസം എന്നുള്ളത് സാധ്യമാക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റാനിസ്ലാവ്സ്കിയുടെ തന്നെ മാജിക്കൽ ലീഫ് അല്ലെങ്കിൽ ഇമോഷണൽ മെമ്മറി പോലെ, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് മഹേഷിന്റെ പ്രതികാരം അല്ലെങ്കിൽ എൻ്റെ സിനിമകളൊക്കെ ചെയ്യുമ്പം പുതുതായിട്ട് ഉള്ള ആക്ടേഴ്സ്, പഴയ ആക്ടേഴ്സ് മാത്രമല്ല സീനിയർ അല്ലാത്ത ആക്ടേഴ്സ്, പുതിയ ആക്ടേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള സങ്കേതങ്ങൾ മാജിക്കൽ ലീഫ് പോലുള്ള ഐഡിയകളാണ്, അല്ലെങ്കിൽ ഇമോഷണൽ മെമ്മറി യൂസ് ചെയ്യുക എന്നുള്ള ഐഡിയകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് അത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പെർഫോമൻസുകളിൽ ഇപ്പോഴും ആവർത്തിച്ച് ഉപയോഗിക്കുന്നു എല്ലാം അതേ ശൈലി തന്നെയാണ്. ഞാൻ ഈ സാഹചര്യത്തിൽ എന്തായാലും മാജിക്കൽ ലീഫ് പറയുന്ന പോലെ ഞാനാണ് ഈ സാഹചര്യത്തിൽ പെട്ടതെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറും, ഞാൻ ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഒരു പോലീസുകാരനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറും, ഞാൻ എൻ്റെ അച്ഛനാണ് ഈ മരിച്ചു കിടക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ കരയും, ഇങ്ങനെയുള്ള ആ മാജിക്കൽ ലീഫ് അപ്ലൈകൾ അല്ലെങ്കിൽ ഇമോഷണൽ മെമ്മറി ഇതുപോലെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സാഹചര്യത്തിൽ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇമോഷനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തതെന്ന് സ്വയം ഓർത്തിട്ട് അല്ലെങ്കിൽ ആ ഇമോഷനെ നമ്മൾ റീകളക്ട് ചെയ്തുകൊണ്ട് പെർഫോമൻസിനെ അപ്പ് ചെയ്യുക, ഇത്ര സാധ്യതകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ആ നിലയ്ക്ക് സ്റ്റാനിസ്ലാവ്സ്കിയുടെ ഒരു എന്താ പറയുക അഭിനയ മാതൃക തന്നെയാണ് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് സിനിമയിൽ മലയാളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യപ്പെടുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ബാക്കി കമ്പാരിറ്റീവ്ലി ബ്രത്തിനെ പോലുള്ളവരുടെ തിയറികളിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും സ്റ്റാനിസ്ലാവ്സ്കി തിയറി തന്നെയാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ട്. ഞാനീ പറഞ്ഞാൽ ഈ റിലേഷനാണ് ഒരു പരിധി വരെ നമുക്ക് ഈ മറ്റേ കഥാപാത്രവുമായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ചുറ്റും അവിടുത്തെ ടൈമും സ്പേസും ഒക്കെ കടവായിരിക്കും. നമ്മൾ ഈ സ്പേസിൽ നമ്മൾ ആരാണ്, ആ സ്പേസിന്റെ ഇപ്പം നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന ആള് എന്തിനു വേണ്ടി വരുന്നതാണ് എന്നുള്ളത് അയാളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാം നമ്മള് ആ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ പണിക്കാരനും ആ പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ആലോചിച്ച് നോക്കാം. അവിടുത്തെ ഒരു പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്കൊക്കെ ചെയ്തിരുന്ന ലേബർ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി, അയാൾ ആ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കടന്നുറങ്ങിയിട്ടുണ്ടാവും ആക്റ്റീവ് ആകുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെ അയാൾക്ക് പരിചയമുള്ള ഒരു ഇടമാണ്. പക്ഷെ ഇതൊരു പോലീസ് സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇയാൾക്ക് ആ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ ആ ഇടത്തെ ആ സ്പേസിനെ അയാൾ ഹാൻഡിൽ ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള സാധ്യതകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളൂ. ഇനി നമുക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടും എന്തെങ്കിലും ചെറിയ ഇന്ററാക്ഷനിലൂടെയും കുറച്ചും കൂടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് എനിക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ബേസിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറുപടി തരാൻ പറ്റും എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പ്രിൻസ് അതിൽ ക്ലൈമാക്സ്